പാലക്കാട്ടേക്ക് ഇപ്പോൾ അവിടെ BJP-യിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന് BJP നേതൃയോഗത്തിൽ ആവശ്യമുന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രന്റെ മറുപടി. ശ്രീകാന്ത് തുടരുന്നുണ്ട് ഇതിന്റെ കൂടി വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് തന്നെയാണ് BJP നേതൃയോഗം. നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവി അത് തന്നെയാണ് മുഖ്യ അജണ്ടയായിട്ട് ഇന്ന് ആ യോഗത്തിൽ ചർച്ചയായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ച വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി എന്നത്. ഈ യോഗത്തിൽ അത് ചർച്ചയാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ അവസാനം വരുന്ന വിവരങ്ങളെല്ലാം ഈ പാലക്കാട്ടെ നേതൃത്വം അത് അവർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ രീതിയിലാണോ? അപ്പോൾ എന്താണ് തുടർ നീക്കങ്ങൾ? നടപടി ആർക്കെതിരെയായിരിക്കും ഉണ്ടാവുക എടുക്കുകയാണെങ്കിൽ? ഇന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് കൃത്യമായ ഒരു ചർച്ച ഇതിന്മേൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് ഇന്ന് ആകെ നടന്ന കാര്യം ഇങ്ങനെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഭാരവാഹികൾ അന്വേഷണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ആളുകൾക്ക് തങ്ങളുടെ അനുഭവം തുറന്നു പറയാൻ ഒരു വേദി എന്ന നിലയിൽ കുറച്ചു സമയം അവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇവർ പലരും എഴുന്നേറ്റ് നിന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ്. കൊച്ചിയിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ട് അവർ എല്ലാവരും പറഞ്ഞത് കുറ്റക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ നടപടി അവർക്കെതിരെ വേണം എന്ന ആവശ്യവും ഉന്നയിക്കുകയുണ്ടായി. ഈ പരസ്യ പ്രസ്താവനയിൽ അതൃപ്തി, പാർട്ടിക്ക് പേരുദോഷം വരുന്നു എന്നുള്ള കാര്യവും ഇതിൽ ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് കെ സുരേന്ദ്രനാണ് സംസാരിച്ചത്. അദ്ദേഹം തിടുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല എന്നറിയിച്ചു. തൽക്കാലം ബൂത്ത് തലത്തിൽ നിന്നുള്ള റിപ്പോർട്ട് വരട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീടാകാം ഈ വിഷയത്തിൽ ആഴത്തിലുള്ള അന്വേഷണവും നടപടികളും എന്നാണ് കെ സുരേന്ദ്രൻ മറുപടി നൽകിയത്. പാലക്കാട് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ നൽകും. ആ റിപ്പോർട്ട് സമർപ്പിച്ച് അത് പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ ഒരു ആഴത്തിലുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത മാസം 7, 8 തീയതികളിൽ ഭാരവാഹി യോഗം ചേരുന്നുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കുന്ന യോഗമാണ്. ആ യോഗത്തിൽ ഈ റിപ്പോർട്ട് വയ്ക്കും. ആ റിപ്പോർട്ട് വച്ച ശേഷം സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കുറ്റക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കാര്യമായ അന്വേഷണം ഉണ്ടാകും, നടപടിയും ഉണ്ടാകും. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.